കൂടി ചേരുന്നുണ്ട്. എൻ ശ്രീകുമാർ, ഇപ്പോൾ ഉപരാഷ്ട്രപതിയും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പെരുന്നയെ അതുപോലെ തന്നെ NSS ജനറൽ സെക്രട്ടറിയെ അധിക്ഷേപിക്കുകയായിരുന്നു. ഈ പരാമർശങ്ങളെ താങ്കൾ പിന്തുണയ്ക്കുന്നുണ്ടോ, പ്രത്യേകിച്ച് ഉപരാഷ്ട്രപതിയുടെ? നോക്കൂ ശ്രീ മഞ്ജുഷേ, ഉപരാഷ്ട്രപതിയുടെ പരാമർശം എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, അതുപോലെ സ്പീക്കർ, ഗവർണർ ഇവരൊക്കെ പ്രസംഗിക്കുമ്പോൾ അതിന്റെ ചില പ്രത്യേക സ്റ്റൈലുണ്ട്. അപ്പൊ ആ സ്റ്റൈലിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അഭിപ്രായമായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് പിന്നെ അദ്ദേഹം ഒരു സമുദായ സംഘടനയുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെതായ എന്തെങ്കിലും ന്യായങ്ങൾ കാണുമായിരിക്കും. ഞാനിവിടെ NSSന്റെ അവരുടെ ഉള്ളിലത്തെ കാര്യമോ അല്ലെങ്കിൽ ആ സമുദായ അംഗങ്ങളും NSS നേതൃത്വമായുള്ള ബന്ധമൊന്നും അല്ല എന്റെ മുമ്പിലുള്ളത്. കാരണം NSS ഒരു സമുദായ സംഘടനയാണ്. എന്റെ ഒരു നിരീക്ഷണത്തിൽ അത് ഏതാണ്ട് ഒരു കേഡർ സ്വഭാവമുള്ള ഒരു സമുദായ സംഘടന കൂടിയാണ്. ഒരുപാട് വിഷയങ്ങൾ അവരെ വിവാദത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതിപ്പോ ചിലതൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴത്തെ വിഷയത്തില്, അതായത് ഈ കാലാകാലങ്ങളായി NSS നേതൃത്വം സ്വീകരിച്ചിട്ടുള്ള ചില നിലപാടുകളുണ്ട്. ഇപ്പൊ മന്നത്തിന്റെ സ്മൃതി മണ്ഡപത്തില് പണ്ട് PV നരസിംഹറാവു വന്നപ്പോ അദ്ദേഹത്തിന്റെ അംഗരക്ഷകർ ചെരിപ്പിട്ട് കയറി എന്ന് പറഞ്ഞ് വലിയ വിവാദം ഉണ്ടാക്കിയിട്ടുണ്ട്. 96 തോന്നുന്നത്. അപ്പൊ അന്നും ഇതുപോലെ തന്നെയാണ് പ്രശ്നമുണ്ടായത്. കാരണം പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവു വന്ന് മന്നത്തിന്റെ സ്മൃതി മണ്ഡപം അശുദ്ധമാക്കി എന്നൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നത്. വലിയ വിഷയമായല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ അതൊരു പുതുമയുള്ള കാര്യമല്ല, ഒരു പഴയ കാലത്ത് തന്നെ ഉള്ളതാണ്. കാരണം അവരതൊരു ക്ഷേത്രം എന്ന രീതിയിലാണ് അവരത് കൊണ്ടു നടക്കുന്നത്. കാരണം അവിടെ ആ രീതിയിലാണ്. അതുകൊണ്ടാണ് അവർ അവിടെ നായയെ കൊണ്ട് മണപ്പിക്കാൻ പാടില്ല എന്നും ഒക്കെ പറയുന്നത്. അതിന് അവർ ഓരോരോ കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ വിഷയം എന്താ വെച്ചാൽ, ഇന്നിപ്പോ ഇവിടെ NSSന്റെ ഉപരാഷ്ട്രപതി പറഞ്ഞതിനേക്കാൾ അതിന്റെ ഒരു രാഷ്ട്രീയ മാനം വന്ന ശ്രീ സുരേഷ് ഗോപി പറഞ്ഞപ്പോഴാണ്. അതിന് അദ്ദേഹത്തെ ഒരു ഘട്ടത്തിൽ ബജറ്റ് സമ്മേളനത്തിൽ എത്തിയപ്പോൾ ഇറക്കി വിട്ടു എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. പക്ഷേ അന്ന് അവർ പറഞ്ഞിരുന്നത് നമ്മൾ മറന്നു പോകുന്നത്. അന്ന് NSS പറഞ്ഞത് ബജറ്റ് സമ്മേളനത്തിൽ വരാൻ അനുവാദം ചോദിക്കാതെ വരാൻ ശ്രീ സുരേഷ് ഗോപിക്ക് ആവില്ല, അതുകൊണ്ട് അദ്ദേഹത്തോട് പൊക്കോളാൻ പറഞ്ഞു എന്നുള്ളതാണ്. അത് ശരിയാണല്ലോ. കാരണം NSSന്റെ ബജറ്റ് സമ്മേളനത്തിൽ പ്രതിസഭാ അംഗമല്ലാത്ത ഒരാൾക്ക് കയറി വരാൻ പറ്റില്ല എന്നുള്ളത് NSSന്റെ ഒരു സ്വഭാവമാണ്. അതിലാണ് അദ്ദേഹത്തെ വിലക്കിയത് എന്നാണ് അന്ന് അവരുടെ വിശദീകരണം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇന്ന് അന്വേഷിച്ചപ്പോൾ ഈ ഉപരാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് NSSന്റെ വക്താക്കളിൽ നിന്ന് എനിക്ക് ഇന്ന് അറിയാൻ കഴിഞ്ഞത്, അവരില് ഈ ഉപരാഷ്ട്രപതി അവിടെ സന്ദർശിക്കാൻ വരുന്നു എന്നുള്ള ഒരു ഔദ്യോഗിക അറിയിപ്പൊന്നും NSS നേതൃത്വത്തിന് കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ്. അവിടെയുള്ള അദ്ദേഹത്തിന്റെ ഹെലിപാഡ് ഉപയോഗിച്ച ആ ഒരു ഗ്രൗണ്ടിൽ നിന്ന് വന്നപ്പോൾ അദ്ദേഹത്തിന് അങ്ങോട്ട് വരണമെന്ന് ആ ഒരു രീതിയിലുള്ള ഒരു സംസാരമാണ് ഉണ്ടായത്. അപ്പൊ ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പൊന്നും NSSന് ഉണ്ടായിട്ടില്ലെന്നാണ് അവരുടെ വക്താക്കൾ പറഞ്ഞത്. പിന്നെ ഇതിലത്തെ രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ BJP തന്നെ കേരളത്തിലെ നേതാക്കൾ സുരേഷ് ഗോപി പറയുന്നത് പോലെ BJP പ്രസിഡന്റിനോ ഭാരവാഹികളോ പറയുന്നത് ഞാൻ കരുതുന്നില്ല. ഇനി അഥവാ അവർ പറഞ്ഞാൽ തന്നെ അവർക്കൊരു നഷ്ടമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം NSS നേതൃത്വത്തിന് BJPയോടോ RSS നേതൃത്വത്തിനോടോ ഒന്നും വലിയ താല്പര്യമില്ല, വർഷങ്ങളായിട്ട് താല്പര്യമില്ല. അത് മന്നത്ത് പത്മനാഭന്റെ കാലത്തെ കുറിച്ച് പറയുന്നതിനേക്കാൾ ഞാനിതിന്റെ രാഷ്ട്രീയ അംശം കാണുന്നത്, അത് രാഷ്ട്രീയ അംശം ജന്മം കൊണ്ടത് കളത്തിൽ വേലായുധൻ നായർ പ്രസിഡന്റും കിടങ്ങൂർ ഗോപാലകൃഷ്ണനുള്ള സെക്രട്ടറി ആയ കാലം തൊട്ടാണ്. അതിനുശേഷം ഇങ്ങോട്ട് ഇപ്പൊ നേരത്തെ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞ പോലെ മന്നം കഴിഞ്ഞാൽ പിന്നെ ആരാണ്, പണിക്കർ മാത്രമേ ഉള്ളതെന്നൊക്കെ പറഞ്ഞില്ല. അല്ല, കളത്തിൽ വേലായുധൻ നായരെ പോലെ പ്രഗത്ഭനായ പ്രസിഡന്റും ജനറൽ സെക്രട്ടറി ആയിരുന്ന കിടങ്ങൂരിനെ പോലെ അതിപ്രഗത്ഭന്മാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ അവരൊക്കെ ആ രീതിയിലൊക്കെ മാറിപ്പോയി. പിന്നീട് വന്ന ഒരുപാട് പ്രസിഡന്റുമാർ വന്നെങ്കിലും ശരി, ജനറൽ സെക്രട്ടറി ആയിരുന്ന നാരായണ പണിക്കർക്കും പിന്നീട് അന്ന് അസിസ്റ്റന്റ് സെക്രട്ടറി ഇപ്പോൾ ജനറൽ സെക്രട്ടറി ആയ സുകുമാരൻ നായർക്കും കിട്ടിയ ഒരു വലിയ പ്രാധാന്യം അവർക്കാർക്കും കിട്ടിയിട്ടില്ല, പ്രസിഡന്റുമാർക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഇതില് ഈ നാരായണ പണിക്കർ പ്രസിഡന്റ് ആയിരുന്ന കാലത്തും കോൺഗ്രസിനോട് UDFനോ ആഭിമുഖ്യം പുലർത്തിയതാണ്. നമുക്കൊക്കെ അറിയാമല്ലോ, NDP ഒക്കെ രൂപീകരിച്ചത്. ഇപ്പൊ സുകുമാരൻ നായരുടെ കാലത്താണെങ്കിൽ അദ്ദേഹം ഈ സമദൂര സിദ്ധാന്തം പറഞ്ഞെങ്കിൽ പോലും അദ്ദേഹം ചില ഘട്ടങ്ങളില് ഇന്നത്തെ ഇന്നത്തെ ഭരണമുന്നണി ഇന്നത്തെ ഭരണകക്ഷിയായ പ്രതിപക്ഷം UDF പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് അന്ന് ഭരണത്തിലുണ്ടായിരുന്ന CPMയുടെ ഒരു അനുകമ്പ പുലർത്തിയിരുന്നു. മാത്രമല്ല, അത് ഇടക്കാലത്ത് വെച്ചിട്ട് കോൺഗ്രസിനോട് ചേർന്നു, പിന്നീട് മാറി. അപ്പൊ അങ്ങനെയുള്ള ചില സ്വഭാവ വ്യതിയാനമൊക്കെ അതിൽ കണ്ടിട്ടുണ്ട് ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന്. പക്ഷേ ഞാൻ പിന്നീട് കണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നയപരമായ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ആ നയപരമായ കാര്യം ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല്, NSSും SNDPയും തമ്മിൽ ഒരു ഐക്യം ഉണ്ടാക്കി, പെട്ടെന്നൊരു ഐക്യം ഉണ്ടാക്കി. എന്തിനാണ് ഐക്യം ഉണ്ടാക്കിയെന്നുള്ളത് രണ്ടു കൂട്ടർക്കും ഇതുവരെ വ്യക്തമായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ആ ഐക്യം NSSന്റെ ഡയറക്ടർ ബോർഡില് ചർച്ചയായി. അന്ന് ഏതാണ്ട് വന്ന 10-27 ഡയറക്ടർമാരാണ് NSSലുള്ളത്. അതിൽ എനിക്ക് തോന്നുന്നത്
ഗണേഷ് കുമാർ എന്ന് വന്നില്ലാന്ന് തോന്നുന്നു, അതോ അദ്ദേഹം അതിലെ മറ്റേ മൗനം പാലിച്ചെന്താണെന്ന് ഓർമ്മയില്ല. 26 പേരും എന്തായാലും ആ ഒരു ഐക്യത്തെ കുറിച്ച് എതിരായിരുന്നു. അന്ന് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ഐക്യം വേണ്ടെന്ന് വെക്കുകയും ചെയ്തു. അപ്പൊ നയപരമായ കാര്യത്തിൽ ആ ഡയറക്ടർ കൊണ്ട് തീരുമാനം എടുക്കാൻ പറ്റി എന്നുള്ളതാണ്. പിന്നെ വ്യക്തിപരമായി അദ്ദേഹം നടത്തുന്ന പരാമർശങ്ങളോടൊന്നും അത് എനിക്ക് ഒട്ടും യോജിപ്പില്ലാത്ത ഒരുപാട് ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം നേതൃശ്രീ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ പോലെ നമ്മുടെ ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അയ്യപ്പ സംഗമത്തിന്റെ കാര്യത്തിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ NSSഉം SNDPയും അതുപോലെ മറ്റ് സഭകളൊന്നും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഒരു പ്രതിബന്ധമായിരുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് 102 സീറ്റ് UDF കിട്ടി എന്നുള്ളതാണ്. മാത്രമല്ല NSS ഏതാണ്ട് പരസ്യമായി പിന്തുണച്ച LDF വെറും 40 സീറ്റ് താഴേക്ക് ഒതുങ്ങി എന്നുള്ളതുമാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ രാഷ്ട്രീയവും അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷെ ഈ ഡൽഹിയിലെ അവിടുത്തെ NSS ഒരു പ്രത്യേക NSS എന്നാണ് എന്റെ ഒരു ധാരണ. അത് തെറ്റാൻ തോന്നുന്നില്ല. കാരണം NSSന്റെ പ്രവർത്തന പരിധി കേരളത്തിലാണുള്ളത്, അത് ഡൽഹിയിലല്ല. കാരണം നമ്മുടെ കേരള നോൺ ട്രേഡിംഗ് കമ്പനീസ് ആക്ട്, എനിക്ക് 1960 കേരള നോൺ ട്രേഡിംഗ് കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സംഘടന. അതായത് താങ്കൾ ഇത് ഒരു BJPയുടെ നീക്കമായിട്ട് കാണുന്നില്ല, അവരവരുടെ വ്യക്തിപരമായ പരാമർശങ്ങൾ മാത്രമാണ് G. സുകുമാരൻ നായർക്കെതിരെ ഉണ്ടായിരിക്കുന്നത്, അങ്ങനെയാണ് താങ്കൾ കാണുന്നത് അല്ലേ? അല്ല, G. സുകുമാരൻ നായർക്കെതിരെ എന്ന് എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഉപരാഷ്ട്രപതി പറഞ്ഞത് ഒരു പ്രസിഡന്റോ ജനറൽ സെക്രട്ടറിയോ അങ്ങനെ പറയാൻ പാടില്ല എന്ന്. അദ്ദേഹം ഒരു ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ തന്നെയാണ്, പേര് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അതെ, പ്രസിഡന്റോ ജനറൽ സുരേഷ് ഗോപി പറഞ്ഞ ശുദ്ധികലശം എന്നാണ്, അതായത് NSSന്റെ ശുദ്ധികലശം എന്ന് പറയുമ്പോൾ നേതൃത്വത്തിലെ ശുദ്ധികലശമാണ് ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞ മഞ്ജുഷേ, അവര് പ്രസിഡന്റോ ജനറൽ സെക്രട്ടറി എന്ന് ഉപരാഷ്ട്രപതി വരുമ്പോൾ നമുക്ക് ആലോചിച്ച് അറിയാം എന്തിനെ കുറിച്ചാ പറയുന്നത്, കൃത്യമായിട്ട് അറിയാം. പക്ഷെ അവിടെ രാഷ്ട്രീയം വന്ന് സുരേഷ് ഗോപി പറഞ്ഞു. സുരേഷ് ഗോപി എന്താണ് പറഞ്ഞത് എനിക്ക് അദ്ദേഹം പറഞ്ഞ സത്യം പൂർണ്ണമായിട്ടും മനസ്സിലായില്ല. സുരേഷ് ഗോപിയുടെ ആ വാചകങ്ങള് സ്വയം ആത്മശുദ്ധി അല്ലെങ്കിൽ എന്തൊക്കെയോ അദ്ദേഹം പറഞ്ഞു. സത്യം പറഞ്ഞ് എനിക്കത് മനസ്സിലായില്ല. മനസ്സിലാതെ ഞാൻ അത് പറയുന്നതിന് അർത്ഥമില്ല. കാരണം സുരേഷ് ഗോപിയുടെ എനിക്ക് മനസ്സിലായത് സ്വയം ശുദ്ധീകരിക്കുന്ന വെച്ചാൽ NSSലെ എന്തൊക്കെ പറഞ്ഞാൽ ശ്രീ നേരത്തെ നമ്മുടെ ബ്രിഗേഡിയർ ആയിട്ടുള്ള ശ്രീ മോഹനപിള്ള പറഞ്ഞല്ലോ ചില കാര്യങ്ങൾ. അങ്ങനെ വ്യക്തിപരമായിട്ട് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഒരു സമസ്ത കേരള നായർ സമാജം കേരളത്തിലുണ്ട്. NSSൽ നിന്ന് വിഘടിച്ചു പോകുന്ന പ്രമുഖർ തന്നെയാണ് അതിലുള്ളത്. പക്ഷെ NSSലുള്ള ഒരുപാട് രാഷ്ട്രീയക്കാരുണ്ട്. ഇപ്പൊ കോൺഗ്രസ്സുകാർക്ക് എത്ര എതിർപ്പുണ്ടാക്കിയ ഒരു സംഭവമാണ് 2-3 മാസം മുമ്പ് കേരളത്തിലെ NSSന്റെ നേതൃത്വത്തിൽ നിന്നുണ്ടായത്. ഭയങ്കര എതിർപ്പുണ്ടാക്കി. പക്ഷെ ആ NSSന്റെ കരയോഗങ്ങളിൽ മിക്കവാറുമുള്ള കോൺഗ്രസ് ഭാരവാഹികൾ ആരും തന്നെ പരസ്യമായി രംഗത്ത് വരാതിരുന്ന അതിന്റെ ആ ഒരു കേഡർ സ്വഭാവം ഇപ്പോൾ നിൽക്കുന്നതുകൊണ്ടാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.